എന്നാൽ സ്തോത്രം കത്തുന്ന തീ ആളിക്കത്തിക്കുവാൻ പലർക്കും കഴിയും. എന്നാൽ അതിനെ അണയ്ക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നാവ് സ്തോത്രം നമ്മളെ ചതിക്കും. നാവ് നമ്മളെ പലപ്പോഴും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നവരായി മാറ്റും. നാവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വളരെയധികം കൊണ്ടുവരുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, ഇതാരാ? പുരോഹിതൻ ആശ്വാസമായി മാറേണ്ട സ്ഥാനത്ത് പുരോഹിതൻ ഹന്നെ നോക്കി പറയുകയാണ്, നീ മദ്യപിച്ചിട്ടാണോ ഇരിക്കുന്നതെന്നുള്ള ചോദ്യം അവളെ വളരെയധികം വേദന ഉള്ളിൽ കൊണ്ടുവന്നെങ്കിലും അവൾ താഴ്മയോടുകൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ല യജമാനനെ, ഞാൻ ഹൃദയത്തിൽ വ്യഥ വേദന കൊണ്ട് എന്റെ ശബ്ദം പുറത്തു വരാതെ അധരങ്ങൾ മാത്രം സംസാരിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന നിലവാരത്തിൽ അവൾ താഴ്മയോടുകൂടെ കാര്യം പറഞ്ഞു തുടങ്ങി. പിന്നെ പുരോഹിതനൊന്നും പറഞ്ഞില്ല. ഒന്ന് ഞാൻ വിളിച്ചു പറയട്ടോ, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മേലുള്ള പ്രശ്നങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദന കാണുന്ന ഒരു ദൈവമുണ്ടോ? അവൻ അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ള ദൈവമാണ്. അവൻ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ മതിയായ ദൈവമാണ്. അവൻ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. അവൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ടോ? കുഴഞ്ഞ ചേറ്റിലാണ് നീ കിടക്കുന്നതെങ്കിലും നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ വിചാരിച്ചിറങ്ങുന്ന ദൈവമാകിയാൽ ഒന്ന് നിന്റെ വിഷയങ്ങളെ ഓർത്ത് നിലവിളിക്കാൻ നീ തയ്യാറാണോ? അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന വ്യക്തികളെ നീ നോക്കണ്ട. നിന്റെ മുന്നിൽ കടന്നു വന്നിരിക്കുന്ന യേശുവിനെ നീ നോക്ക. അവൻ അഗ്നിജ്വാലയ്ക്കത്ത് കണ്ടുള്ള ദൈവമാകിയാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്നിരിക്കുന്ന ദൈവമാകിയാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാകിയാൽ നീ ആ ദൈവസന്നിധിയിലേക്ക് നിന്റെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത പത്രോസ് വിളിച്ചു പറയുന്ന പോലെ നിന്റെ വിഷയങ്ങൾ അവന്റെ ചുമലിന്മേൽ ഇട്ടുകൊണ്ട് അവന്റെ കരത്തിൽ കീഴെ താഴെക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ട് എങ്കിൽ ഒന്ന് ഞാൻ വിളിച്ചു പറയുന്നു, നീ വന്നത് പോലെയല്ല മറുപടി ലഭിച്ചവളായി മടങ്ങുവാനിടയായി. ഇന്നലെ വരെ പരിഹസിച്ചവന്റെ മുൻപിൽ അവരെ തട്ടി വിളിച്ച നീ സംസാരിക്കുവാൻ തുടങ്ങും. നോക്ക്, 2 ശമൂവേൽ 2-ാമത്തെ വാക്യം ഇപ്രകാരം കാണുന്നു. ஜெபம் பண்ணி என் இருதயம் கர்த்தருக்குள் களிகூறுகிறது, என் கொம்பு கர்த்தருக்குள் உயர்ந்திருக்கிறது, என் பகைஞரின் மேல் என் வாய் திறந்திருக்கிறது, உம்முடைய ரட்சிப்பினாலே സന്തോഷപ്പെടുகிறேன். വ്യക്തമായി നമ്മുടെ തൊട്ട് മുമ്പുള്ള 4 വാക്യം മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ ആദ്യം അവൾ ചെന്ന് തട്ടി വിളിക്കുന്ന ആരെ? പുരോഹിതനെയാണ്. പുരോഹിതനെ